ഹലോ ഗൈസ്, കുറച്ചധികം കാലത്തിന് ശേഷമാണ്, സമയമില്ല കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ്, അതുപോലെ പെൻഡിങ് എത്രയാണെന്ന് എനിക്ക് കൂടി അറിയില്ല, അസൈൻമെൻറ്റ്സ്, അങ്ങനെ കുറച്ച് പേരായിട്ട് ബിസി ആയിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 4 മണി. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സ്പെഷ്യലാണ്. കാരണം എന്താ വെച്ചാൽ അതായത് കുറച്ച് കാലത്തിന് ശേഷം, അതായത് ഏകദേശം 82 ദിവസത്തെ വ്രതത്തിന് ശേഷം ഞാനിന്ന് മലയ്ക്ക് പോവാണ്. സാധാരണ മലയ്ക്ക് പോകാൻ ഞാൻ എത്ര നേരത്തെ എണീക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ കെട്ടിറക്കുന്നത് എൻ്റെ മാമൻ്റെ വീടിൻ്റെ അടുത്തുള്ള, അതായത് എരഞ്ഞിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തുള്ള അമ്പലപ്പടിയിലുള്ള അയ്യപ്പൻകാവെന്നാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു 15 മിനിറ്റ് തോട്ടമുണ്ട്. അവിടെ 6 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തണം. അതിനു മുമ്പ് ഇവിടെ നാട്ടിലെ 2 അമ്പലത്തിൽ പോകാണ്ട് അങ്ങനെ കുറച്ച് പരിപാടി ഇവിടെ ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ റെഡി ആയിട്ട് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് പള്ളിയാർക്കലേക്കാണ്. ഞാനും അമ്മയും പോകുന്നത്. ഇവരുള്ളതിനെ കൊണ്ട് ഞാൻ വണ്ടി എടുത്തിക്കില്ല. അങ്ങനെ നമ്മൾ പള്ളിയാർക്കൽ അമ്പലത്തിലെത്തി. ഇതാണ് പള്ളിയാർ അമ്പലം. നമ്മൾ എന്ത് എല്ലാ കാര്യത്തിന് പോകുമ്പോഴും ഇവിടെയും മേലേടത്തും കയറി പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ എന്ത് എല്ലാ കാര്യത്തിലാണെങ്കിലും, യാത്രയും പരീക്ഷ എന്താണെങ്കിലും അങ്ങനെ. ഇന്നാളെ ഞാൻ പറഞ്ഞ നാട്ടിലെ 2ാമത്തെ അമ്പലം, മേലേടത്തെ അമ്പലം, ഒരു ശിവക്ഷേത്രമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവമാണ്. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മതിലിനകത്ത് തന്നെയാണ് അമ്പലവും പള്ളി. ആ മതിലിനപ്പുറം കാണുന്ന പള്ളിയാണ്. നമ്മളിവിടെ പ്രാർത്ഥന ചെയ്ത് നേരെ അയ്യപ്പൻകാവിലേക്ക് പോവുക. പിന്നെ വീട്ടിൽ പോയിട്ട് സാധനമൊക്കെ കൊടുക്കാണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് അയ്യപ്പൻകാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സണ്ണേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത്, ഓട്ടോയിൽ. സണ്ണേട്ടൻ്റെ വീട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തൊട്ട് ബാക്കിൽ. നമുക്കൊരു ഫാമിലി മെമ്പറിനെ പോലെയാണ് സണ്ണേട്ടൻ. എന്ത് ഓട്ടത്തിന് നമ്മൾ ആദ്യം വിളിക്കുന്നത് സണ്ണേട്ടനെയാണ്. അങ്ങനെ നമ്മൾ അയ്യപ്പൻകാവിലെത്തി. ഇതാണ് എരഞ്ഞിക്കൽ അമ്പലപ്പടിയുള്ള അയ്യപ്പൻകാവ്. ഞാനിവിടെ മുമ്പ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. LP സ്കൂൾ UP സ്കൂളിലും പഠിക്കുമ്പോൾ. അങ്ങനെ നേരം വെളുത്തു തുടങ്ങിയപ്പോൾ ഇതുവരെ കെട്ടുറയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ നെയ്ത്തേങ്ങ നനച്ച് വന്ന് ഇപ്പം തന്നെ തുടങ്ങുന്നതാണ് പറഞ്ഞ്. അങ്ങനെ നമ്മൾ കെട്ടുനിറ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മളെ പ്രാർത്ഥിക്കണം. എല്ലാവരും ശരണം വിളിച്ചിട്ട് വേണം കെട്ടുനിറ തുടങ്ങാൻ. എല്ലാവരും ഒരുമിച്ച് ശരണം വിളിക്കാൻ പോവുകയാണ്. അങ്ങനെ ആദ്യത്തെ കന്യാസ്വാമീൻ്റെ കെട്ട് തുടങ്ങി. ഇപ്പം നിറച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മാമൻ്റെ മോൻ്റെ കെട്ടാണ്. എൻ്റെ പേര് അദ്രിനാഥ്, ഞങ്ങൾ കുഞ്ഞൂട്ടെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ കുറേ കഴിഞ്ഞ് അവസാനം നമ്മളെ കിട്ടുന്നത് തുടങ്ങി. നമുക്ക് 2 നെയ്ത്തേങ്ങ ഉണ്ട്. ഒന്ന് നിറയ്ക്കുന്ന ആൻബിയാണ്. അവനങ്ങനെ ഒരാഴ്ചയായിട്ട് നോമ്പൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുക. ഞാൻ വിചാരിച്ച് തീ പെട്ടെന്ന് വീടും അങ്ങനെ ഒരു കുഴപ്പമില്ല, നല്ലപോലെ ചെയ്ത് ഇനി നമ്മൾ ഇരുമുടി തലയിലേറ്റി അപ്പുറത്ത് കൊണ്ടുവെക്കണം. അങ്ങനെ ഇരുമുടിയൊക്കെ ആ സൈഡിൽ കൊണ്ടുവച്ച് നമ്മൾ ഇനി ശരണം വിളിക്കാൻ പോകണം. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മളോട് ശരണം വിളിച്ചിട്ട് വേണം യാത്ര തുടങ്ങാൻ. ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാത്താത്ത നിമിഷം നിർത്തി. ഇപ്പോൾ കെട്ട് തലയിൽ ഏറ്റാൻ പോകുന്നു. ഈ ഗുരുസ്വാമിയുടെ കാല് തൊട്ട് വന്നിച്ച് അമ്പലത്തിലിട്ട് പ്രദക്ഷിണം വെച്ച് തേങ്ങ അടച്ച് നമ്മൾ ഇത്തവണത്തെ ശബരിമല യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് കാണാം. ഈ നെയ്ത്തേങ്ങ ഉടയ്ക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പൊട്ടുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉടച്ച് പൊട്ടിയിട്ടില്ല. ഇപ്രാവശ്യം ഒന്നും സംഭവിക്കാണ്ട് ഞാൻ പൊട്ടിച്ച് കറക്റ്റ് പൊട്ടി. അങ്ങനെ നമ്മൾ വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വണ്ടി തൊട്ട് മുമ്പുള്ള ഗ്രൗണ്ടിലാണ് നിർത്തി ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി കയറി ഇപ്പോഴത്തെ ശബരിമല യാത്ര അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വന്നാണ് അന്നം വെച്ച്. ഹോട്ടലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൂരിയും ഈ കടലക്കറിയും വാങ്ങി. പിന്നെ ചൂടേട്ട മസാല ദോശയും 2 നല്ല ടേസ്റ്റ്. ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്ത് കഴിച്ച് ഇപ്പോൾ ബില്ല് പുറത്തേക്ക് ഇറങ്ങി പോകാൻ നിൽക്കുകയാണ്. ഇതാണ് കുഞ്ഞോട്ട് നേരത്തെ കാണിച്ച എൻ്റെ മാമൻ്റെ മോൻ. നമ്മൾ വണ്ടി കയറി പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഗുരുവായൂർ പിടിക്കണമെന്നാണ്. ഈ ടോൾ ബൂത്തിന് ഒരു ടോൾ പ്ലാസയ്ക്ക് പ്രത്യേകതയുണ്ട്. നിലവിൽ എൻ്റെ അറിവിൽ കേരളത്തിൽ ടോള് പിരിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരേ ടോൾ ബൂത്താണിത്. അങ്ങനെ നമ്മളിപ്പോൾ ഗുരുവായൂരെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഗുരുവായൂർ പാർക്കിംഗ് ഗ്രൗണ്ട്. അവിടെ താഴെ ട്രാവലേഴ്സിനൊക്കെ പാർക്കിംഗ് ഉള്ളൂ.
അപ്പോൾ മുകളിലോട്ട് പോയിട്ട് കാറിനൊക്കെ മുകളിലാണ് പാർക്കിങ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പാർക്ക് ചെയ്യാൻ പോകുക. അതാണ് നമ്മളിപ്പോൾ പിന്നെയും അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒടുക്കത്തെ വെയിലാണ് ഇപ്പോൾ ഗുരുവായൂർ. കാലാണ് ഈ ടൈൽസിലിട്ട് പൊള്ളുന്നു. ഓടേണ്ടി വരും. അമ്മേ ഞാൻ പിന്നെ നടക്കുകയാണ്. ഈ സ്ഥലത്ത് വെയിലിന് കുറച്ച് കുറവുണ്ട്. സൈഡിൽ കുറേ കച്ചവടമൊക്കെ നടക്കുന്നതിനെ കൊണ്ട് ഒരു ഷീറ്റൊക്കെ ഇട്ടിക്ക്. അങ്ങനെ നല്ല തണലുണ്ട് ഇവിടെ. പിന്നെ മറ്റേടത്തെ പോലെ ഒരുപാട് വെയിലിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ. ഇവിടെ പോയാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. പക്ഷെ ഇപ്പം നേരെ ആദ്യം ദർശനത്തിന് പോവുകയാണ്. ഇപ്പോൾ കണ്ടവർക്കൊക്കെ നേരം താളം ചവിട്ടി നമ്മൾ കിഴക്കേ നടേൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കിഴക്കേ നടേൻ്റെ കേക്ക് ഇവിടെ നമ്മളിപ്പോൾ ഒരു ലൈം കുടിക്കാൻ വന്നു. നട്ടുച്ച വെയിലും ലൈം. നല്ല നാരങ്ങ സോഡ കിട്ടിയിട്ടുണ്ട്. ലൈം അല്ല ആക്ച്വലി നാരങ്ങ സോഡ. സംഭവം ഒന്നും പറയല്ല, സാധാരണ തകർത്തിട്ടുണ്ട്. പോവാ നമ്മളിപ്പോൾ കിഴക്കേ നടയിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം. ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് ആണോ ചെറിയ ഡൗട്ടുണ്ട്. ഫോണൊക്കെ അപ്പുറത്ത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഉള്ളിലുള്ള വ്യൂസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഫോണ് ക്ലോക്ക് റൂമിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ചുറ്റി ഉള്ളോട്ട് എന്തായാലും നമ്മൾ കയറുന്നില്ല. അകത്ത് കയറാൻ ഇവിടെ നല്ല തിരക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നേരത്തെ എത്തേണ്ടതിനെ കൊണ്ട് നമ്മൾ ഉള്ളിൽ കയറുന്നില്ല. പുറത്തുകൂടി പ്രദർശനം വെച്ച് വരിക. ഞാൻ ഫോണ് ക്ലോക്ക് റൂമിൽ വെക്കാൻ പോവുക. ഈ പ്രദർശനം വെച്ചിട്ട് കാണാം. നമ്മളവിടെ കുറേ നിന്നെങ്കിലും പക്ഷെ നമുക്ക് കയറാൻ പറ്റിയിട്ട് നമ്മളങ്ങനെ വീണ്ടും പുറത്തെത്തി. നമ്മൾ കുറേ നിന്നെങ്കിലും അകത്ത് കയറാൻ പറ്റിയില്ല. കാരണം അവിടെ ഓൾറെഡി നടയടച്ച്. ഇവിടെ കാണുന്ന ക്യൂ മൊത്തം ഒരു നേരത്തെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഗുരുവായൂർ അമ്പലത്തിലെ ഭക്ഷണം. ഇത്രയും ആൾക്കാർ ഈ വരി 3 പ്രാവശ്യം ചുറ്റി വരണം. ഇനി അത്രയ്ക്ക് ഇവിടെ നിൽക്കുകയാണ്. ഇത് ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ക്യൂ ഫില്ലായി തുടങ്ങും. 3 മണി 3:30 വരെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കാത്തു നിന്ന് ദർശനം കിട്ടാൻ നമ്മൾ പോവുകയാണ് തിരിച്ച്. ഇനി നേരെ ചോറ്റാനിക്കരയ്ക്ക്. അതിനു മുമ്പ് സമയം ഉണ്ടെങ്കിൽ തൃപ്രയാർ പോവും. താമര കൊണ്ടാട്ടം വാങ്ങാൻ വന്നതാണ്. അടിപൊളി സാധനം. പക്ഷെ വില കുറച്ച് ജാസ്തിയാണ്. 70 രൂപയെങ്ങനെയാണ് ഈ ചെറിയൊരു സാധനം. അത് ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ വില നല്ല ജാസ്തിയാണ്. 70 രൂപ. പക്ഷെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അതിനകത്ത് ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. സമയം ഇപ്പം 3 മണി. നമ്മൾ ഒരു ചായയും കൂടി കുടിക്കാൻ വന്നതാണ്. വന്നിട്ട് ഇന്ന് ഇത് തുടങ്ങിയതിന് വെച്ചാൽ നമ്മൾ 3ാമത്തെ ഹോട്ടലാണ് കയറുന്നത്. നമ്മൾ ആകെ ഒരു കുഴപ്പമുള്ളൂ. നമ്മൾ അമ്പലത്തിനെക്കാട്ടും കൂടെ കയറാൻ പോകുന്ന ഹോട്ടലാണെന്നേ ഉള്ളൂ. വേറെ അടിപൊളി വൈബാണ് ട്രിപ്പ്. ഇപ്പോൾ കട്ട്ലേറ്റ് ആദ്യം വന്നതിനെ കൊണ്ട് നല്ല വിശപ്പില്ലാതെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് മുമ്പേ ഞാൻ കഴിച്ചു പോയി. പിന്നെ നമ്മൾ നൈസായിട്ട് ഒരു ഹോർലിക്സ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുടിച്ചിരിക്കുക. നമ്മൾ ഹോർലിക്സ് ഇടാൻ മധുരം ചോദിച്ചിരുന്നു. നമ്മൾ ഹോർലിക്സ് ഇടാൻ മധുരം ചോദിച്ചത്. പക്ഷേ അയ്യായിട്ട് ഇപ്പോഴാണ് മധുരം കൊണ്ടാൽ തന്നെ പഞ്ചസാര കൂടെ തന്നിട്ടുണ്ട്. പക്ഷേ ഇടാൻ എനിക്ക് ഹോർലിക്സ് ഇല്ല. ഞാൻ ഓൾറെഡി കുടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഈ മധുരം എവിടെ കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ഗുരുവായൂരിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി ആ വണ്ടി നമ്മൾ 2nd ഫ്ലോറിലെങ്ങാനാണ് നിർത്തി. പാർക്കിംഗ് ഗ്രൗണ്ടിൽ 2nd ഫ്ലോറിലെങ്ങാനും നിർത്തി. അവിടെ വരെ പോകണം. അപ്പോൾ ഇനി വണ്ടി കയറിയിട്ട് കാണാം. ഫസ്റ്റ് ഫ്ലോറിലെത്താൻ പോവാണ്. ഇനി ഇവിടുന്ന് വണ്ടി കണ്ടുപിടിക്കണം. അതാണ് അടുത്ത പരിപാടി. വണ്ടി ഏകദേശം ധാരണ വെച്ച് മുന്നോട്ട് പോവുകയാണ്. കണ്ട് എർട്ടിഗാണ് നമ്മളെ വണ്ടി. ഫ്രണ്ട് കാണുന്ന എർട്ടിഗ. ഞാനിപ്പോൾ നോർമൽ സോങ്ങിനെക്കാട്ടും കേൾക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പാട്ടാണ്. എന്താ അറിയില്ല, വല്ലാത്തൊരു ഫീലാണ്. അടിപൊളി ബ്ലോക്ക് കിടക്കുകയാണ്. അങ്ങനെ കടലൊക്കെ കഴിച്ച് ബ്ലോക്ക് കഴിയാൻ കാത്തിക്കുക. ഇനി തൃപ്രയാർ പോകാൻ പറ്റുമെന്ന് വലിയ ധാരണയില്ല, പ്രതീക്ഷയില്ല. നമ്മളടുത്ത സ്റ്റോപ്പിലെത്തി തൃപ്രയാർ. ഇനി ഇവിടെ അമ്പലത്തിൻ്റെ അകത്ത് തൊഴുക. പിന്നെ നേരെ കൊടുങ്ങല്ലൂരുള്ള ചോറ്റാനിക്കര അവിടെ സ്റ്റേ ചെയ്യും. അതോടെ ഇന്നത്തെ പരിപാടി ചെയ്യും. തൃപ്രയാർ ഉത്സവം നടക്കുകയാണ് ഗൈസ്. ആനയൊക്കെ ഉണ്ട്. നേരെ നമ്മളെ മുമ്പിൽ 3 ആനയെങ്ങാനുണ്ട്.
സൈഡിൽ ഒരുപാട് മാലയും വളയും കിട്ടുന്ന ഇഷ്ടം പോലെ ഷോപ്പുണ്ട്. എന്തായാലും നമുക്കവിടെ കയറണം. കാരണം ആവശ്യക്കാർ കുറേ എന്നോട് പറഞ്ഞിക്ക് അപ്പോൾ കയറാണ്ട് പോയാൽ പണിയാണ്. എന്തായാലും കയറും. അടുത്ത് ഭജന എന്തോ നടക്കുന്നുണ്ട്, സുബ്രഹ്മണ്യ ഭജന. നമ്മൾ ഉത്സവത്തിൽ മെയിൻ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. 3 ആനയാണുള്ളത് മുമ്പിൽ. എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനേനെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവാണ്. ആനേനെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ കയറുകയാണ്. തൊഴുതിട്ട് ഉള്ളോട്ട് എങ്ങനെയാണ് മൊബൈൽ കയറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കയറ്റുകയാണെങ്കിൽ ഞാൻ മിക്കവാറും ലോക്കർ റൂമിൽ തന്നെ വെക്കും. അമ്പലത്തിൽ കയറാൻ പോവാണ്. ഒരു ട്വിസ്റ്റ് ഉണ്ട്. കയറിയത് ഇടത് കാല് വെച്ച് കയറിപ്പോയി. ഇനി പറഞ്ഞിട്ട് കയറില്ല, എന്തായാലും കയറി കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ കൊഞ്ചപ്പോൾ ഇടത് കാലം പോയി മുന്നോട്ട് വെച്ചത്. ഇവിടെയും നമ്മൾ എത്തിയിരിക്കുന്ന നട അടച്ച സമയത്താണ്. അപ്പോൾ അതിലും ചുറ്റി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇനി നമ്മളിവിടെ ഉപമൂർത്തിയായിട്ടുള്ള ഗോശാലകൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. നേരത്തെ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. നട അടച്ചതല്ല, നട ബാക്കിലാണ്. ഞാൻ ബാക്കിൽ അങ്ങനെ നമ്മൾ തൃപ്പയാട് കുളത്തിലെത്തിയിട്ടുണ്ട്. അതാണ് മീനോട്ട് നടത്തുന്ന സ്ഥലം. മീനിന് ഊട്ടുന്ന 2 ടീം ഇവിടെ ഉണ്ട്. ഒന്ന് നമ്മൾ വെറൈറ്റി സംഭവം പിടിച്ചു. ലൈഫിൽ ആദ്യമായിട്ട് വെടിവഴിപാട്. എൻ്റെ പേരിലല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിലാണ്. എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മീൻ നോട്ടിയിട്ട് നമുക്കിത് കഴിപ്പിക്കാൻ പോകാം. ഏരിയാണ് മീൻ കൊടുത്തത്. ഇത് പച്ചരി കൊടുക്കാൻ പോവാണ്. കോഴി ബബ്ബ അല്ല, മീൻ ബബ്ബ. വഴിപാട് മീനോട്ട് കഴിഞ്ഞ് ഇനി വെടിവഴിപാട്. നമ്മളിത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു വെടി പൊട്ടിക്കും. അതിനാ ഇവിടെ നിന്നൊരു എല്ലാം കത്തിക്കാൻ പോവാണ്. തിരി എടുത്തിട്ടുണ്ട്. അവിടുന്ന് കത്തിച്ച് ഇവിടുന്ന് നമ്മൾ കത്തിട്ട് കുഴപ്പമില്ല. ആക്ച്വലി നമുക്കൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. 3 പ്രാവശ്യം എന്താക്കിയിട്ടാണോ 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് വേണം. 3 പ്രാവശ്യം മുഖത്തേക്ക് ഒഴിഞ്ഞിട്ട് വേണം അത് എള്ളുതിരി ഇങ്ങോട്ട് ഇടാൻ. പക്ഷെ ഞാൻ ഒഴിയാണ്ട് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തീ പിടിച്ചപ്പോൾ ഞാൻ കിട്ടുപോയി. അങ്ങനെ ഇവിടെ തൊഴുതൊക്കെ കഴിയുമ്പോൾ ഇനി നേരെ പ്ലാനിലൊരു ചേഞ്ച് ഉണ്ട്. നമ്മളിനി നേരെ കൊടുങ്ങല്ലൂരൊക്കെയാണ് പോകുന്നത്. ചോറ്റാനിക്കരയ്ക്കല്ല, ചോറ്റാനിക്കര പോകുന്നതിന് മുമ്പ് കൊടുങ്ങല്ലൂർ കയറുന്നുണ്ട്. അപ്പോൾ ഇനി കൊടുങ്ങല്ലൂരിൽ നിന്ന് കാണാം. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. നീ അടുത്ത് ഇവിടെ തൊടാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ത്രിപുരേൻ്റെ പുറത്തുനിന്ന് കൈ നോക്കാൻ കയറി. ഞാൻ മൂമ്മേൻ്റെ അടുത്ത് സ്നേഹമുള്ള മോനാ, ജാതി മതം ഇല്ല, എല്ലാ ആൾക്കാരും എല്ലാ ജാതി ഒരുപോലെ. കൈ നോക്കി മുഖരക്ഷണം കൈയിലേക്ക് കൂടി പറഞ്ഞാൽ 100 രൂപ കൊടുക്കണം കേട്ടോ. ആയുസ് തോനുണ്ട്. ദൈവം കണക്കാക്ക ആയുസ് മോന് 90 വയസ്സ് വരെ. ഇതൊക്കെ എന്ത് ജയിക്കാൻ ബുദ്ധി ജയിക്കാൻ 4 ആൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തു. സ്വന്തം കാര്യത്തിന് ബുദ്ധി കുറവാണ്. പൊട്ടന്റെ കളിയും ഭ്രാന്തന്റെ കളിയും ചൂടിന്റെ കളിയും ചെറിയ സമയത്ത് വിളിച്ചാൽ വിടിയില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അങ്ങനെ പോയടത്ത് തിരിച്ചു വന്നാണ്. ആനൻ്റെ എഴുന്നള്ളത്ത് എടുക്കാൻ വേണ്ടി നമ്മൾ പോയടത്ത് തിരിച്ചു വന്നാണ്. അങ്ങനെ കൈനോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ എങ്ങോട്ടാണ് വന്നത്. തൃപ്രയാറപ്പൻ്റെ എഴുന്നള്ളത്ത്. ഫസ്റ്റത്തെ ആന നേരത്തെ കണ്ട് നമ്മൾ 3 ആന എഴുന്നള്ളത്താണ് കണക്ക്. അടുത്ത ആനതാ
കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ധൈര്യം പോലെ. അടുത്താണ് തെങ്ങിൻ്റെ പട്ട ചവച്ചുകൊണ്ടൊക്കെ അല്ല, പനമ്പട്ട ചവച്ചുകൊണ്ടൊക്കെ വരുന്നത്. മട്ടല്, പട്ടയല്ല മട്ടല്. അങ്ങനെ എഴുന്നള്ളതൊക്കെ കണ്ട് തൃപ്പയാർന്ന് പോവുകയാണ്. നേരെ പാർക്കിങ് പോയിട്ട് വണ്ടി കയറണം. ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കൈനോട്ടം കഴിഞ്ഞ് പിന്നെ ഈ തൃപ്പയാർപ്പനെ കണ്ട് കൈനോട്ടം കഴിഞ്ഞ് എഴുന്നള്ളത്ത് കഴിഞ്ഞ് ഇനി നേരെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഫ്രണ്ടിനൊരു മാല വാങ്ങാൻ വന്നാണ്. എന്താ ഒരു പൂമ്പാറ്റിൻ്റെ മാല. ഈ ടൈപ്പ് മാല എനിക്കൊരു വീക്ക്നെസ്സാണ്. ഇതാ ആണ് നമ്മൾ വാങ്ങിയ സാധനം. മാല വാങ്ങി വരുമ്പോഴത്തേക്ക് കൂടുള്ള സ്വാമി ഒരു ബജിക്കട കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് ബജിക്കടയിലേക്ക്, അപ്പൂസിൻ്റെ ബജിക്കട. കോളിഫ്ലവർ കഴിച്ചുകൊണ്ടിരിക്കുക. ചൂടില്ലാന്നുള്ള കുഴപ്പമുള്ളൂ, ബാക്കിയൊക്കെ ടോപ്പ് സാധനം. ഒരു രക്ഷയില്ല. തക്കാളി ചമ്മന്തി ഇട്ടിട്ട് അടിപൊളി സാധനം. കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് കാരണം നമ്മൾ ഒറ്റന്നോടി അങ്ങ് വാങ്ങി. പക്ഷെ നമുക്ക് നല്ല ചൂടുള്ള സാധനം കിട്ടി. അതും തക്കാളി ഇങ്ങനെ കോരിടിച്ച്. ഇത് അടിപൊളി സാധനം കേട്ടോ. സൂപ്പർ. നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല, വെറൈറ്റി ടേസ്റ്റ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി, കൊടുങ്ങല്ലൂർ അമ്പലം. എനിക്ക് കേരളത്തിലെ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമ്പലങ്ങളിൽ ഒന്ന് കൊടുങ്ങല്ലൂർ. എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് എനർജി എനിക്ക് ഇവിടെ വന്നാൽ. ഭയങ്കര സുന്ദരം, അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് അമ്പലം. എങ്ങനെയാണ് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് കാണാം. ഇങ്ങോട്ട് കയറാൻ പോവാണ്. ഇപ്പോൾ ഫോണിനി ഇവിടെ എൻട്രി ഇല്ല, അതുകൊണ്ട് ഞാൻ ഫോൺ ഓഫ് ആക്കാൻ പോവുക. കഞ്ഞി കുടിക്കാൻ പോയി കൊടുങ്ങല്ലൂർ. പക്ഷേ അവിടെ അമ്പലത്തിലെ കഞ്ഞി അപ്പോഴത്തേക്ക് തീർന്ന് ക്യൂ നിൽക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ ഇവിടെ ഹോട്ടലിൽ വന്നാണ്, വൃന്ദാവൻ ഹോട്ടലിൽ. ഇപ്രാവശ്യം നമുക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫുഡ് കൊണ്ടുവച്ചാൽ നമ്മളൊക്കെ മറന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല പൊറാട്ട ഗോബി മഞ്ചൂരിയൻ കഴിച്ച് പിന്നെ ഒരു ഹോർലിക്സ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി വണ്ടിയിലേക്ക് പോകണം. അതാണ് കൊടുങ്ങല്ലൂർ ഗ്രൗണ്ട്. ഒന്നുമില്ല, ഒരു മൈതാനം പോലത്തെ സ്ഥലം. മൈതാനം ഗ്രൗണ്ടൊക്കെ തന്നെ, അത് വിട്. അപ്പോൾ ഇനി നേരെ ചോറ്റാനിക്കര. അപ്പോൾ നമ്മളാ വണ്ടി എവിടെയാന്ന് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ എവിടെയാണ് നിർത്തിയിട്ട് ഇപ്പോൾ കാണുന്നില്ല വണ്ടി. അപ്പോൾ അത് തപ്പി പിടിക്കാനുള്ള പരിപാടിയിലാണ്. വണ്ടി തപ്പി നമ്മൾ ഗ്രൗണ്ടിൻ്റെ പുറത്തെത്തി. അപ്പോൾ ഇനി പിന്നെ ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ എവിടെയൊക്കെ ഉണ്ടാകുന്ന തന്നെ വിചാരിക്കുന്നു. 10 മിനിറ്റ് കണ്ടത്. അപ്പം 10-15 മിനിറ്റായി, ഇതുവരെ കണ്ടിക്കില്ല വണ്ടി. അങ്ങനെ കുറേ അലഞ്ഞ് നമ്മൾ വണ്ടി കണ്ടുപിടിച്ച്. പക്ഷെ ഇവിടെ എടുത്തിപ്പോൾ അടുത്ത ടാസ്ക്. ഇവിടെ ഒരൊറ്റ ആളില്ല, സ്വാമികളൊന്നും കാണുന്നില്ല. ഇനി അടുത്ത് ഓരോ കണ്ടുപിടിക്കണം. മൊത്തം അലയിൽ തന്നെ. ഞാൻ നമ്മളെ കുറേ നേരമായി, ഏകദേശം അരമണിക്കൂർ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആരും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ എൻജോയ്ഡായിട്ട് മാത്രം മൗണ്ടൻ ഡ്യൂ ഒക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുക. ഇനി നമ്മൾ ആൾക്കാരൊക്കെ വന്ന്, ഇനി 2 ആൾക്കാർ കൂടി വരാണ്ട്. ഒരു വന്നിട്ട് നേരെ ചോറ്റാനിക്കരയ്ക്ക്, പിന്നെ കിടന്നുറങ്ങുക. അങ്ങനെ നമ്മൾ പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കി. ഈ ചോറ്റാനിക്കര പിടിക്കണം. കുറേ ദൂരം കറങ്ങി ലാസ്റ്റ് നമ്മൾ അങ്ങനെ കൊച്ചി എത്തി. കൊച്ചിയിലിപ്പോൾ മെട്രോയുടെ അടിപൊളിയാണ് പോകുന്നത്. തോന്നുന്നു കറക്റ്റിക്ക് നിശ്ചയമില്ല. ഇതോ തൂണ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മളിപ്പോൾ ചോറ്റാനിക്കരെത്തി. ഇനി അങ്ങനെ നമ്മളിപ്പോൾ ചോറ്റാനിക്കരെത്തി. ഇവിടുന്ന് റൂം തപ്പി നടക്കുകയാണ്. ഓരോ ഫ്രണ്ട്സിലും കയറിയിട്ട് ഓരോരുത്തർ ഓരോ വഴിക്ക് പോവുക. നമ്മളെ റൂം ഒരു ഇതൊക്കെ ഫുള്ളായി കിടക്കുകയാണ്. തപ്പിക്കൊണ്ട് നിൽക്കുക എപ്പോഴും. അങ്ങനെ നമ്മൾ റൂമൊക്കെ കണ്ടുപിടിച്ച് ഒരു ഡോർമെറ്റ് പോലത്തെ സ്ഥലത്താകുമ്പോൾ റൂമെടുത്ത് ഇനി ഇവിടെ കിടന്നുറങ്ങിയ 4 മണിയാകുമ്പോൾ എണീക്കണം പറഞ്ഞ്. നമ്മളെ എണീക്കലൊക്കെ കണക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോൾ എണീക്കാൻ പറ്റുന്ന എനിക്ക് വലിയ നിശ്ചയമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ വ്ലോഗ് നിർത്തുകയാണ്. കിടന്നുറങ്ങണം. നാളെ